ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ 2025 ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവർഷ ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം വളരെ സന്തോഷകരമായിട്ടാണ് ഞാൻ ഇത്രയും മണിക്കൂർ ചിലവഴിച്ചത്. കാരണം ഞാൻ നാട്ടിലില്ല എന്നുള്ളൊരു സങ്കടം മാറ്റി നിർത്തിയാൽ വളരെ നല്ല രീതിയിലാണ് എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും ഒക്കെ നല്ല രീതിയിലാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. അതവർ കറക്റ്റ് ലൈവിൽ എന്നെ വീഡിയോ കോൾ ചെയ്ത് ഓരോ കാര്യങ്ങൾ അവർ പോകുന്ന സ്ഥലങ്ങൾ ഒക്കെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിനെ മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നാലും കാര്യമില്ല, അവർ സന്തോഷമായിട്ട് ഇരിപ്പുണ്ടല്ലോ എന്ന് ആശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ന്യൂ ഇയർ ആഘോഷവും മനസ്സുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഈ ഒരു വർഷം ആഘോഷിക്കുന്നു, പുതുവത്സരം ആഘോഷിക്കുന്നു. ഈ പുതുവത്സരത്തിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞു ഞാൻ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതേ കണക്ക് എൻ്റെ കുഞ്ഞിൻ്റെ നാളെ നിർമ്മലിൻ്റെ ബർത്ത്ഡേ ആണ്. അന്നേരം മോൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഫസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ. 2 വർഷമാകുന്നു ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ. അന്നേരം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്താ പറയുക, എല്ലാം കൊണ്ടും ഈ ഒരു വർഷം സങ്കടങ്ങൾ ഉണ്ടാകില്ല എന്നല്ല, ഉണ്ടാവട്ടെ. പക്ഷേ ഒരുപാട് മനസ്സിനെ വേദനിപ്പിക്കുന്ന സങ്കടങ്ങളൊന്നും ഈ വർഷം ഉണ്ടാവാതിരിക്കട്ടെ, ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഈ ഒരു വർഷം നമ്മൾ എന്താ പറയുക, സന്തോഷകരമായിട്ട് തുടങ്ങുമ്പം കഴിഞ്ഞ വർഷം കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. പലരും കാലത്തിൻ്റെ മറഞ്ഞുപോയി. അവരെ ഈ നിമിഷം വളരെ നന്ദിയോടെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം അവരെ ഒന്നും മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ന്യൂ ഇയർ ആഘോഷങ്ങൾ തകർത്ത് പിടിച്ച് നടക്കുമ്പോൾ ഒരു കുഞ്ഞു വീഡിയോ, വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു കുഞ്ഞു വീഡിയോ. അതായത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. പക്ഷേ നമ്മൾ പറയത്തില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പോഴും എല്ലാ മാതാപിതാക്കളും ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്. അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് അവർ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു അമ്മയായതിനു ശേഷമാണ് അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് സന്തോഷം കാണുമ്പം, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പം, അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും എന്താ പറയുക, അവർ സന്തോഷമായിട്ടിരിക്കുമ്പം അത് കാണുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഹാപ്പി. അതുവരെ എൻ്റെ മനസ്സിനെ കണ്ടെത്തുന്ന എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും പിന്നെ ഞാൻ ഓർക്കത്ത പോലുമില്ല. അതായിരിക്കും എല്ലാ അമ്മമാരുടെയും അവസ്ഥ. നമ്മുടെ ഫാമിലി ഹാപ്പിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലെ ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ഞാനിപ്പം ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. എല്ലാം നന്നായിരിക്കട്ടെ. എല്ലാവർക്കും ഈ വർഷം നല്ലൊരു ന്യൂ ഇയർ ആയിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അച്ചീവ്മെൻറ്റ്, നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ. കഴിഞ്ഞ വർഷം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ പ്രശ്നങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനും, അതൊക്കെ എന്താ പറയുക, പ്രശ്നങ്ങളെ വലിച്ചഴിച്ച് പുതിയ പ്രശ്നങ്ങളിലൊന്നും പോകാതെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ. നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. സമാധാനവും സന്തോഷവും നിറഞ്ഞ, സമ്പൽ സമൃദ്ധി നിറഞ്ഞ നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം, നമ്മൾ എന്താ പറയുക, ജീവിച്ച് വരുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹവും നമുക്ക് അവരോടുള്ള സ്നേഹവും മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് എന്നോടൊരു സ്നേഹമില്ല, അവനെന്താ ഇങ്ങനെ കാണിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ട്, സ്വാഭാവികം. പക്ഷെ നമ്മൾ ആ സ്ഥാനത്ത് വരുമ്പോൾ, നമ്മൾ അപ്പനും അമ്മയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ മക്കൾ ചെയ്യുന്ന ചെറിയ ഒരു തകേടും കാര്യങ്ങളില്ല, നീ എന്തിനങ്ങനെ കാണിക്കുന്നത്, എന്തിനങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യല്ലേ മോനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അന്നേരം ചിന്തിക്കുക, അവരന്ന് നമ്മളോട് പറഞ്ഞതൊക്കെ തന്നെ ഇല്ലേ നമ്മളിപ്പോൾ നമ്മുടെ മക്കളോടും പറയുന്നത്. അപ്പോൾ മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, നല്ല രീതിയിൽ മറ്റുള്ളവരെ മനസ്സിലാക്കി സ്നേഹിക്കാൻ പഠിപ്പിക്കുക. അതായിരിക്കണം നമുക്ക് ഈ വർഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം. സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായിട്ട് കൊടുക്കാൻ സാധിക്കണം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കാൻ സാധിക്കണം. ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ച് കൊടുക്കുന്നത് കടം കൊടുക്കുന്നത് പോലെയാണ്. തിരിച്ച് കിട്ടുമെന്ന് കരുതി നമ്മൾ കൊടുക്കുന്നതാണ്. ഇതൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ഇരട്ടിയായിട്ട് ദൈവം നമുക്ക് തിരിച്ചു തരത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്നവർ നമുക്ക് തരണമെന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തവരായിരിക്കും നമുക്കത് തരുന്നത്. കൊടുത്താലേ അത് കിട്ടൂ.
അതും സത്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു 2025 വളരെ സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. എന്താ പറയുക, വല്ലാത്തൊരു ഏകാന്തതയാണ് ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പ്രവാസ ജീവിതത്തിൻ്റെ വളരെ രൂക്ഷമായിട്ടുള്ളൊരു മുഖമാണ് നമ്മൾ ഒറ്റപ്പെടലിലൂടെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടുന്നത്. ഒരുപാട് സങ്കടങ്ങളുടെ മറവിലാണ് നമ്മളിങ്ങനെ കടിച്ച് പിടിച്ചൊക്കെ നിൽക്കുന്നത്. എങ്ങനെയൊക്കെ ജീവിച്ച് തീർക്കണം. ജീവിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ മക്കളെ കണ്ടു കഴിയുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി മറക്കും. പിന്നെ ആ ഒരു 40-45 ദിവസം അല്ലെങ്കിൽ 30 ദിവസം അവിടെ മാക്സിമം ഫുള്ളി എൻഗേജ്ഡ് ആവണം. എന്തായാലും ദിവസങ്ങൾ പെട്ടെന്ന് പോട്ടെ, മാസങ്ങൾ പെട്ടെന്ന് പോട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.